മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കമൽനാഥും പാർട്ടി വിട്ടു. കോൺഗ്രസിനകത്തെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് മുതിർന്ന നേതാവ് ബിജെപിയിലേക്ക് ചേക്കേറുന്നത്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ കമൽനാഥിനെ ഉൾപ്പെടുത്തും. കോൺഗ്രസിൽ നിന്നുള്ള കമൽനാഥിന്റെ രാജിപ്രഖ്യാപനം ഉടനുണ്ടാകും. പൊതുവെ ദുർബലമായിരിക്കുന്ന കോൺഗ്രസിന് വൻ ഇരുട്ടടി നൽകി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥും ബിജെപിയിലേക്ക് ചേക്കേറുകയാണ്. കോൺഗ്രസ് നേതൃനിരയിൽ നിന്ന് കമൽനാഥ് നേരിട്ട കടുത്ത അവഗണന മുതലെടുത്താണ് ബിജെപി പ്രവേശനത്തിന് കളമൊരുങ്ങിയത്. 29 എംപിമാരുള്ള മധ്യപ്രദേശിൽ കോൺഗ്രസിന് 2 എംപിമാരാണുള്ളത്. ചിന്തുമാരിൽ നിന്ന് കമൽനാഥും ഗുണയിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും. കോൺഗ്രസ് ലോക്സഭാ നേതൃസ്ഥാനം പ്രതീക്ഷിച്ച കമൽനാഥിന് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ചത്. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും നഷ്ടമായി. കമൽനാഥിന്റെ ബിജെപി പ്രവേശനം ഉറപ്പിച്ച് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ദില്ലിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തി. അടുത്ത വർഷം മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തലമുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടി വിടുന്നത്. നേരത്തെ കർണാടകയിൽ നിന്ന് കോൺഗ്രസ് നേതാവ് SM കൃഷ്ണയും യുപിയിൽ നിന്ന് റീത്ത ബഹുഗുണ ജോഷിയും ND തിവാരിയും മുൻ ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദ് ലെവ്ലിയും ബിജെപിയിലേക്ക് ചേക്കേറിയിരുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കളെ ബിജെപിയിലേക്ക് കൊണ്ടുവരണമെന്ന അജണ്ട ചർച്ച ചെയ്തായിരുന്നു ഭുവനേശ്വറിൽ ചേർന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗവും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കകത്ത് വിമർശനം പൊട്ടിത്തെറിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് നേതാക്കൾ ഒന്നൊന്നായി കോൺഗ്രസ് വിടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.